അപ്പോൾ എല്ലാവർക്കും സിദ്ധുട്ടൻസ് വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് തേര് തുടങ്ങിയിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വൈകുന്നേരം കടക്കടച്ചതിന് ശേഷമാണ് നമ്മൾ വൈകുന്നേരം പോകുക. അപ്പോൾ ഈ നേരത്തെ എഴുന്നള്ളത്തുണ്ടാവും എല്ലാ അമ്പലങ്ങളിൽ നിന്നും. ഇതുപോലെ വാഹനങ്ങളിൽ ഓരോ ദിവസവും ഓരോ വാഹനമായിരിക്കും. ആന, പിന്നെ ഗരുഡ വാഹനം, പിന്നെ ആഞ്ജനേയ വാഹനം, അങ്ങനെ ഓരോ ദിവസം ഓരോ വാഹനമായിരിക്കും. ഇത് നമ്മൾ മന്ദക്കര ഗണപതിയാണ്. ഇവരുടെ കൂടെ തന്നെ നമ്മൾ എഴുന്നള്ളത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കത് കൂടെ ഒക്കെ നടന്ന് കാണാം. ഇത് തേര് ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്തെടുത്ത് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോസിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 10 മണി ആയിട്ടുണ്ടാവും ഈ സമയത്ത്. എല്ലാം അപ്പോഴൊക്കെ എല്ലാവരും അത്യാവശ്യം കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് തേരിൻ്റെ ചക്രമൊക്കെ. സിദ്ധുവിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കളിപ്പാട്ടം വാങ്ങാനാണ്. അവനതിൻ്റെ കടകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എഴുന്നള്ളത്തിൽ ഓരോ അമ്പലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമുക്കതൊക്കെ നടക്കുകയും ചെയ്യുക, കാണുകയും ചെയ്യുക. ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണത്. 5 അമ്പലങ്ങളുണ്ട്. അവിടുത്തെ രഥോത്സവമാണ്. 5 രഥങ്ങളാണ് രഥസംഗമത്തിന് ഉണ്ടാവുക. അങ്ങനെ സിദ്ധുവിനൊരു ടോയൊക്കെ നമ്മൾ വാങ്ങി, ഒരു ട്രാക്ടറൊക്കെ വാങ്ങിച്ചു. അവനിഷ്ടമായി അത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പിന്നെയും ഉണ്ട് കുറച്ച്. ഇതിപ്പോൾ കൽപ്പത്തി ജംഗ്ഷനിലുള്ളതാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തേരൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർ അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വാച്ച്, അങ്ങനെ സിദ്ധുവിനൊരു വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ, ബെൻറ്റൻ്റെ. ഇതാണ് അവിടെ കൽപ്പത്തി സംഗീതോത്സവം നടക്കും 7 ദിവസം. അതിൻ്റെയാണിത്. പിന്നെ ഇങ്ങനെ ഓരോ എഴുന്നള്ളത്ത് വരുമ്പോൾ ഓരോ വീട്ടിൽ ഇവർ പഴവും ഇതും നിവേദിക്കും ഇങ്ങനെ കർപ്പൂരം കാണിച്ചിട്ട്. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. എടുത്തത് നാളെ 5ാം തിരുനാളാണ്. അതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ.